സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോട്ടക്കുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറുമ്പാലക്കോട്ട മല അങ്ങ് ദൂരെ കാണാം. ഈ കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം HS കാവുമന്തത്തിന്റെ അടുത്താണ്. HS സ്കൂളിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കോട്ടക്കുന്ന്. അപ്പൊ അവിടെ നിന്ന് 10 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മളെ കുറുമ്പാലക്കോട്ട മലയിലേക്ക്. നമ്മുടെ സ്വന്തം വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 20 കിലോമീറ്റർ പടിഞ്ഞാറായി നിലകൊള്ളുന്ന ഒരു മലയാണ് കുറുമ്പാലക്കോട്ട മല. കടൽ നിരപ്പിൽ നിന്ന് ഏകദേശം 991 മീറ്റർ ഉയരം ഈ മലയ്ക്കുണ്ട്. വൈത്തിരി താലൂക്കിലെ കോട്ടത്തറ പഞ്ചായത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്ത പട്ടണം വെണ്ണിയോടാണ്. സുഹൃത്തുക്കളെ, സമയം രാവിലെ 4 മണി. കുറുമ്പാലക്കോട്ടയിലേക്കുള്ള യാത്രയിലാണ്. കസിൻ്റെ വീട്ടിലാണുള്ളത്. ഇതാ ഓരോരുത്തർ റെഡി ആയിട്ട് വന്നിട്ടോ. നമ്മൾ ഇവനിലാണ് നമ്മൾ പോകുന്നത്. ജീപ്പ്, കാറ് തൊട്ടപ്പുറത്തുണ്ട്, പക്ഷെ കാർ എടുത്ത് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ജീപ്പിൽ പോവാണ്. റെഡി കേട്ടോ? ആരൊക്കെ ഉള്ളത്? റെഡി ആയില്ലേ? പോവല്ലേ? ആ ഓക്കെ, എന്താ അറിയിക്കോ സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ കുറുമ്പാലക്കോട്ടയിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. വിശദ വിവരങ്ങളും ഫുൾ വഴിയും ഇപ്പം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ യാത്ര തിരിക്കുന്നത് കോട്ടക്കുന്ന് കാവുമന്തം അടുത്തുള്ള HS സ്കൂളിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വഴിയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വഴി വരുന്നവർക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ കറക്റ്റ് വഴി മനസ്സിലാവും. അതുകൊണ്ട് വഴി അറിയാൻ താല്പര്യമുള്ളവർ ഈ യാത്ര ഫുള്ളായിട്ട് തന്നെ കാണണം. ഇപ്പം നമ്മൾ കോട്ടക്കുന്ന് ജംഗ്ഷനാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ നമുക്ക് ഈ മല കയറുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിൽ ജീപ്പ് വിളിച്ചു പോവാം, അല്ലെങ്കിൽ ട്രക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മുതൽ തന്നെ ജീപ്പിലാണ് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് കല്ലങ്കാരി ജംഗ്ഷൻ കഴിയണം, നീരൂർ അമ്പലം കഴിയണം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോ സ്ഥലങ്ങളും വഴിയെ പറഞ്ഞു തരാം. നല്ല കട്ട പിടിച്ച ഇരുട്ടാണ്. ജീപ്പിന്റെ ലൈറ്റ് മതിയാവാണ്ട് പോരുന്നുണ്ട്. ചില സമയത്ത് വയനാട്ടിൽ നല്ല മഞ്ഞാണ്, പക്ഷെ ഇപ്പം മഞ്ഞൊന്നുമില്ല. ഇനി നമ്മൾ എത്താൻ പോകുന്നത് കല്ലങ്കാരി ജംഗ്ഷനാണ്. ഇപ്പൊ നമ്മൾ കല്ലങ്കാരി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെയാണ് പോകേണ്ടത്. പല സ്ഥലത്തും ഈ ഉൾറോഡുകളായതുകൊണ്ട് തന്നെ റോഡ് കുറച്ച് മോശമുണ്ട്. എന്നിരുന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് 2 വീലറിലൊക്കെ ആണെങ്കിൽ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ റോഡാണ്. അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ നീരൂർ അമ്പലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. നല്ല റോഡാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് മദർ തെരേസയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്. അത് നമുക്ക് ദൂരം തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മദർ തെരേസയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇപ്പം നമ്മളെ കൺമുന്നിൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ യാത്ര തുടരുകയാണ്. ഇപ്പൊ നമ്മൾ എത്തുന്നത് വെണ്ണിയോട് ടൗണിലേക്ക് തിരിയുന്ന ജംഗ്ഷനിലാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല. ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിയുക, നേരെ പോവുക. ഇപ്പൊ നമ്മളിതാ വെണ്ണിയോട് ടൗണിൽ എത്തിയിട്ടുണ്ട്. വെണ്ണിയോട് ടൗണിൽ നിന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പം വെണ്ണിയോട് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലെഫ്റ്റിലേക്ക് പോകരുത്. നേരെ ഈ ജംഗ്ഷൻ, ഈ കാണുന്ന ജംഗ്ഷൻ റൈറ്റിലേക്ക് പോവുക. അപ്പം നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനി അധിക ദൂരമില്ല, കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ. രാവിലത്തെ ജീപ്പ് യാത്ര എന്തായാലും നമ്മൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മളിതാ ചെറുപുഴ പാലത്തിന് മേലെ കയറിയിട്ടുണ്ട്. ചെറുപുഴ പാലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാലാണ് കുറുമ്പാലക്കോട്ട ടൗൺ കിട്ടുക. അങ്ങ് ദൂരെ കാണുന്ന ആ ലൈറ്റാണ് കുറുമ്പാലക്കോട്ട ടൗണ്. ചെറിയൊരു ടൗണാണ്.
മനോഹരമായ ടൗണ്. അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കുറുമ്പാലക്കോട്ട ടൗണിൽ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിതപ്പോൾ കുറുമ്പാലക്കോട്ട ടൗണിൻ്റെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി. ഇവിടെ നിന്ന് നമ്മൾക്ക് വീണ്ടും റൈറ്റ് എടുത്താണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരു കാരണവശാലും ലെഫ്റ്റിലേക്ക് പോകരുത്, വഴി തെറ്റിപ്പോവും. വെളുപ്പാങ്കാലത്ത് നിങ്ങൾ ആകെ കുടുങ്ങിപ്പോവും. അപ്പോൾ കുറുമ്പാലക്കോട്ടിൽ നിന്ന് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ റൈറ്റ് എടുത്ത് പോവുക. ഇത് നേരെ മുന്നിൽ കാണുന്നത് എച്ചോം ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നമുക്ക് റൈറ്റ് എടുക്കണം. ജീപ്പിന്റെ വെളിച്ചത്തിൽ വ്യക്തമായിട്ട് കാണുന്നില്ല. ഇപ്പൊ നമ്മൾ എത്തുന്നത് എച്ചോം ടൗണിലേക്കാണ്. എച്ചോം ടൗണിൽ നിന്ന് നമ്മൾക്ക് ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. നമ്മളെ ഇപ്പൊ വരുന്ന റോഡ് ചെറിയ മോശമാണ്. ഇനി എച്ചോം ജംഗ്ഷനിൽ നിന്ന് നമുക്കുള്ള റോഡ് മനോഹരമായിട്ടുള്ള റോഡാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവുക. ഈ കടയൊക്കെ കാണുന്നില്ലേ, ഇതാണ് എച്ചോം ടൗണ്. ചെറിയൊരു ടൗണാണ്. ഈ ടൗണിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ സൂപ്പർ റോഡാണ്. അടിച്ച് മിന്നിച്ച് പോവാട്ടോ. തൊട്ട് മുന്നിൽ കാണുന്ന സ്ഥലത്തിന്റെ പേരാണ് വ്യൂ പോയിന്റ് ജംഗ്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. റൈറ്റിലേക്ക് പോകരുത്, ലെഫ്റ്റ് എടുത്ത് പോവുക. ലെഫ്റ്റ് എടുത്തിട്ട് ഇനി കുറച്ച് ദൂരം കൂടി നമുക്ക് മുന്നിലേക്ക് പോകാനുള്ളൂ, അധിക ദൂരമില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക മോർണിംഗിലൊക്കെ ആണെങ്കിൽ. ഇപ്പൊ നമ്മൾ ജീപ്പ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ജീപ്പുകൾ നിർത്തിയിട്ടുണ്ടാവും ടൂറിസ്റ്റുകളെ കാത്ത്. അവരോട് പൈസ പറയുക, ഉറപ്പിക്കുക, എന്നതിന് ശേഷം വണ്ടിയിൽ കയറുക, പോവുക. അവർ കൊണ്ട് സുരക്ഷിതമായിട്ട് നമ്മൾ അവിടെ ഇറക്കും. അതല്ല നമ്മളെ കയ്യിൽ ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ജീപ്പിൽ പോവാം, ബൈക്കിൽ പോവാം. പക്ഷെ ചെറിയ കാറുകളൊന്നും കടത്തി വിടില്ല. ഞങ്ങൾ രാവിലെ ചെന്നപ്പം ഒരു ജീപ്പ് ഞങ്ങൾക്ക് ക്രോസൊക്കെ ഇട്ടു. ഓടാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള വരുമാനം പോകുമല്ലോ. അപ്പൊ നമ്മൾ സ്വന്തം ജീപ്പ് ആയതുകൊണ്ട് പിന്നെ അവരൊന്നും പറഞ്ഞില്ല, നമ്മളങ്ങോട്ട് കയറിപ്പോയി. നമുക്ക് സ്വന്തം ജീപ്പ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറിയ കാറൊക്കെ കൊണ്ടുപോകുന്നത് ഡേഞ്ചർ കേസാണ്. അത് കാരണം കൊണ്ട് കാറൊന്നും ആയിട്ടും വരരുത്. ബൈക്കൊക്കെ സുഖമായിട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോവാം. ജീപ്പാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വണ്ടി എന്ന് പറയാനുള്ളത്. അപ്പോൾ 4 വീൽ ജീപ്പ് തന്നെ നിർബന്ധമായിട്ട് വേണം. സാധാ ജീപ്പും കൊണ്ട് പോയി കഴിഞ്ഞാൽ കയറിയെന്ന് വരില്ല. കുറേ സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കാട് അല്ല, ശരിക്കും തോട്ടങ്ങളാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ളത്. കാട് നമുക്ക് മലയിൽ കയറി കഴിഞ്ഞാൽ കാണാം, കാട് ദൂരം നിന്നൊക്കെ കാണാം. പക്ഷെ ഇപ്പം നല്ല പരിചയമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഡ്രൈവിങ് പറ്റുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റോഡ് അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷെ ഇങ്ങനെ കാണുമ്പം നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും റോഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്ത്. പക്ഷെ അപാര കയറ്റാണ്, കുത്തനുള്ള കയറ്റം, സൈഡിലൊക്കെ കല്ല്, തോട്ടം, അങ്ങനെയൊക്കെയാണുള്ളത്. അതുകൊണ്ട് നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാർ താഴെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പേടിയാണെങ്കിൽ അവരെ കൂട്ടി പോയിക്കോ, ഒരു കുഴപ്പമില്ല. അവർ കൃത്യസമയത്ത് നമ്മളെ പിക്ക് ചെയ്യും, അവിടെ കൃത്യസമയമായിട്ട് കൊണ്ടിറക്കും. അതൊക്കെ സുരക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നല്ല ഡ്രൈവിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, സൂപ്പറായിട്ട് നിങ്ങൾക്ക് കയറി പോവാം, അതിനൊരു തർക്കമില്ല. എൻ്റെ കസിൻ ഇഷ്ടംപോലെ പ്രാവശ്യം ജീപ്പായിട്ട് വരുന്നതുകൊണ്ട് പുള്ളി വളരെ സിമ്പിളായിട്ട് അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. ഇഷ്ടംപോലെ പ്രാവശ്യം പുള്ളി ഇങ്ങോട്ട് ജീപ്പും കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ചെറുപ്പത്തിൽ അവർ നടന്നൊക്കെ വന്നിരുന്ന വഴികളാണ്. പക്ഷെ ഞങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പം ജീപ്പിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ജീപ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ സ്ഥലം പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും ജീപ്പ് സ്റ്റാൻഡിൽ നിന്ന് മലയിലേക്ക് 2.5 കിലോമീറ്റർ ആണുള്ളത്. അതിൽ നമ്മളൊരു 500 മീറ്ററോളം കഷ്ടി ജീപ്പ് ഇറങ്ങിയിട്ട് നടക്കാനുണ്ട്. അത് അടുത്താണ്, സിമ്പിളായിട്ട് നമുക്ക് നടന്നു പോകാം. രാവിലെ വെളുപ്പിന് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായക്കടയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നുണ്ടാവും. ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് നോക്കിക്കാം. ഈ ഭാഗത്തൊക്കെ ഭയങ്കര കുത്തനെയാട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര കുത്തനെയായിട്ടുള്ള മലകളാണ്. ചെറിയ വഴി, ചില ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ പുതിയതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം ഫുള്ള് മണ്ണ് റോഡായിരുന്നു. ചില ഭാഗത്ത് കോൺക്രീറ്റ് ഇല്ല, നല്ല വളവും തിരിവുമാണ്. താഴേക്ക് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല, അതുപോലത്തെ റോഡാണ്.
കംപ്ലീറ്റ് തീരുന്ന അവിടെ നമുക്ക് ജീപ്പ് പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ്. നമ്മളിതാ കുറുമ്പാലക്കോട്ടൻ്റെ മേലെ എത്തിയിട്ടോ, നടക്കുകയാണ് ടോർച്ചൊക്കെ പിടിച്ചിട്ട്. രണ്ടാൾക്കാർ നടന്ന് ക്ഷീണിച്ചു വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെ നമ്മൾ ക്ലൗഡ് ബെഡിന് മുകളിലൂടെയുള്ള സൂര്യൻ്റെ ഉദയം കാണാൻ വേണ്ടി നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ആ സമയം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് യാത്ര തുടങ്ങി ഇവിടെ എത്തിയിട്ട് അത് കാണാവുന്നതാണ്. അടിപൊളി സൂപ്പർ ഒരു സ്ഥലമാണ്. ഇനി മഞ്ഞോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ഉദയം നമുക്ക് അത്ര കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ മേഘങ്ങൾക്ക് മുകളിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നത്, സൂര്യൻ നമ്മൾ ഉദിക്കുന്നത് എപ്പോഴും കാണുന്നത് നമ്മളെ നിൽക്കുന്നതിന്റെ മുകളിലേക്കായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ നിൽക്കുന്നതിന്റെ താഴ്ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നത്. ആ സമയം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ എത്തിയപ്പം കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളാണ് വന്നിട്ടുള്ളത്. എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയുക.